Hello, friends. How are you? Welcome to the second part of English Time. In the last session, we talk about the interesting story, Mysterious Picture. Am I correct? കഴിഞ്ഞ ക്ലാസ്സിൽ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന ഒരു രസകരമായ സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത്. അതിൽ നിന്നുള്ള രണ്ട് വർക്ക്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടിൽ ആൻഡ് ദ ആർക്കിഡ്യൂക്കിൻ്റെയും ടില്ലിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് എഴുതുക. അത് എഴുതിയിട്ട് എല്ലാവരും എനിക്ക് വാട്സാപ്പ് ചെയ്യണം. അതാണ് ആ പാഠത്തിലുള്ള വർക്ക്. ഇനി നമുക്ക് പുതിയ പാഠത്തിലേക്ക് പോകാം. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്, പൂച്ചകളെ വരച്ച ആൺകുട്ടി എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്സ്, പൂച്ചകളെ വരച്ച ആൺകുട്ടി. എ ലോങ് ടൈം എഗോ ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ. ഈ പുതിയ പാഠം എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. കിട്ടാത്ത വേർഡ്സുകൾ കൃത്യമായി എഴുതി വെക്കണം, വാക്കുകൾ കാണാതെ പഠിക്കണം, അർത്ഥം എഴുതി വെക്കണം. ഈ പാഠം എടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയാണോ എത്തുന്നത്, ഇന്നത്തെ പാഠത്തിൻ്റെ എടുത്ത ഭാഗങ്ങളുടെ ഒരു സമ്മറി എഴുതിയിട്ട് എനിക്ക് വിട്ടു തരണം. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കാം. എ ലോങ് ടൈം എഗോ ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ there lived a poor farmer and his wife who were very good people. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പാവപ്പെട്ടവനായൊരു കർഷകനും ഭാര്യയും ജീവിച്ചിരുന്നു. പാവപ്പെട്ടവരാണെങ്കിലും അവർ ഹു ആർ വെരി ഗുഡ് പീപ്പിൾ, നല്ല സ്വഭാവമുള്ള നല്ല ആളുകളായിരുന്നു. ദ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. അവർക്കൊന്നിലധികം മക്കളുണ്ടായിരുന്നു. ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള നിവൃത്തി അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വൺ ഓൺലി 14 years ഓൾഡ് ടു ഹെൽപ്പ് ഹിസ് ഫാദർ. 14 വയസ്സായപ്പോൾ തന്നെ മൂത്ത മകൻ അച്ഛനെ കൃഷികാര്യങ്ങളിൽ സഹായിക്കാൻ തുടങ്ങി. ആൻഡ് ദ ലിറ്റിൽ ഗേൾ ലേൺ ടു ഹെൽപ്പ് ദയർ മദർ ഓൾമോസ്റ്റ് as soon as they could walk. ചെറിയ പെൺകുട്ടികളാവട്ടെ ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ അമ്മയെ സഹായിക്കാനും അവർ പഠിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായ ചെറിയ ആൺകുട്ടി കഠിനാധ്വാനം ചെയ്യുന്നതിൽ മിടുക്കനായിരുന്നില്ല. ഹി വാസ് വെരി cleverer than all his brothers and sisters. അവന് നല്ല ബുദ്ധിമാനും മറ്റു അവൻ്റെ സിസ്റ്റേഴ്സിനേക്കാളും ബ്രദേഴ്സിനേക്കാളും നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് പീപ്പിൾ സെഡ് he could never grow very big. So his parents thought it would be better for him to become a priest than to become a farmer. അവനെ ഒരു തീരെ ചെറിയവനും തീരെ ആരോഗ്യമില്ലാത്തവനായതുകൊണ്ട് തന്നെ അവനൊരു കർഷകനാക്കുന്നതിലും നല്ലത് ഒരു പുരോഹിതനാക്കുക എന്ന തീരുമാനത്തിലായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നത്. They took him with them to the village temple one day and asked the good old priest who lived there if he would have their little boy for his acolyte and teach him all that a priest ought to know. അങ്ങനെ അവർ ക്ഷേത്രത്തിൽ ഒരു ദിവസം അവൻ ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ക്ഷേത്രത്തിലെ ഒരു പ്രായം ചെന്ന പുരോഹിതനോട് ആ ആൺകുട്ടിയെ അദ്ദേഹത്തെ സഹായിയായി നിർത്താനും അവന് പൂജാകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു ആ പ്രായം ചെന്ന പുരോഹിതനോട്. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി
to the lad and asked him some hard questions. പ്രായം ചെന്ന പുരോഹിതന് വളരെ സ്നേഹത്തോടെ, അത്യന്തം സ്നേഹത്തോടെ അവനോട് ചില പ്രയാസപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു. So clever were the answer that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. പക്ഷെ പ്രയാസപ്പെട്ട ചോദ്യങ്ങൾക്ക് അവന് ശരിയായ ഉത്തരം നൽകിയതോടെ ആ പ്രായം ചെന്ന പുരോഹിതന് തൃപ്തിയായി. അങ്ങനെ അവനെ തൻ്റെ സഹായിയായി നിയമിക്കുകയും ചെയ്തു. The boy learned quickly what the old priest taught him. ആ പുരോഹിതനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവന് ഉടനടി പഠിച്ചു. And was very obedient in most things. അതോടൊപ്പം അവൻ എല്ലാ കാര്യം ചെയ്യുന്നതിലും അവന് നല്ല അനുസരണയുള്ളവനുമായിരുന്നു. ഒബീഡിയൻ മീൻസ് അനുസരണയുള്ളവനുമായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫാൾട്ട്. പക്ഷെ അവനൊരു പ്രശ്നമുണ്ട്. ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി ഹവർ ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വേർ കാറ്റ്സ് ഓർ നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ അറ്റ് ഓൾ. പക്ഷെ അവൻ്റെ കുഴപ്പമെന്തായിരുന്നു? പഠന സമയങ്ങളിൽ പോലും അവന് പൂച്ചകളെ വരയ്ക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ അവന് പൂച്ചകളെ വരയ്ക്കലായിരുന്നു ഏറ്റവും വലിയ താല്പര്യം അവന്. അത് പഠന സമയത്തും അവന് പൂച്ചകളെ വരയ്ക്കും. Whenever he found himself alone, he drew cats. എപ്പോഴെങ്കിലും തനിച്ചാണെന്ന് കണ്ടാൽ അവന് പൂച്ചകളെ വരയ്ക്കുമായിരുന്നു. He drew them on the margins of priest's book and on all the screens of temple and on the walls and on the pillars. എവിടെയൊക്കെ അവന് പൂച്ചകളെ വരയ്ക്കാറുള്ളത്? പുരോഹിതൻ്റെ ബുക്കുകളുടെ അരികിലും അതുപോലെ ഭിത്തിയിലും തൂണുകളിലുമെല്ലാം അവൻ പൂച്ചകളെ വരയ്ക്കും. Several times the priest told him this was not right, but he did not stop drawing cats. പല സമയത്തും പല പ്രാവശ്യവും പുരോഹിതൻ ഇത് ശരിയായ പ്രവൃത്തിയല്ലെന്ന് അവന് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ അവൻ അതൊന്നും അനുസരിച്ചില്ല. He drew them because he could not really help it. He had what is called the genius of an art, and just for that reason he was not quite fit to be an acolyte. A good acolyte should study books. എന്നാൽ അവൻ ഇതൊന്നും അനുസരിക്കില്ല. അവൻ പുരോഹിതൻ്റെ സഹായിയായി തുടരുന്നതിന് പറ്റിയവനല്ലായിരുന്നു. പുരോഹിതൻ്റെ സഹായികൾ എങ്ങനെയാവണം? എ ഗുഡ് അക്യുലേറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. എപ്പോഴും പുസ്തകം പഠിക്കുന്നവനായിരിക്കണം. One day, after he had drawn some very clever picture of cats upon a paper screen, the old priest said to him severely. അപ്പോൾ അവന് ഒരു ദിവസത്തിന് ശേഷം അവന് പേപ്പർ കൊണ്ടുണ്ടാക്കിയ മറയിൽ പൂച്ചകളെ വരയ്ക്കുകയായിരുന്നു. അപ്പോൾ പുരോഹിതൻ അവനെ വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞു, മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്, ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അങ്ങനെ വിളിച്ചുകൊണ്ട് പറയാണ്, നീ ഈ പണിക്ക് പുരോഹിതനാകാൻ അല്ലെങ്കിൽ പുരോഹിതൻ്റെ അക്യുലേറ്റ് ആകാൻ ഒരിക്കലും ചേർന്നവനല്ലെന്നും നിനക്ക് ഈ പണിയേക്കാൾ, പുരോഹിത വൃത്തിയേക്കാളും നിനക്ക് ചേരുന്നത് ഒരു നല്ല ചിത്രകാരനാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അവസാനമായി നല്ലൊരു ഉപദേശവും അദ്ദേഹം നൽകി. Now, let me give you a last piece of advice. And be sure you never forget it. അത് നീ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ ഒരു ഉപദേശം ഞാൻ നിനക്ക് തരാം. Avoid large places at night, keep to small. രാത്രികാലങ്ങളിൽ വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിക്കുകയും
ചെറിയവയിൽ ഒതുങ്ങാനുമായിരുന്നു ആ ഉപദേശം. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മാൾ. ഈ ഉപദേശം ദ ബോയ് did not know what the priest mean by saying avoid large places, keep to small. ഈ ഉപദേശത്തിൻ്റെ ആശയം അവന് മനസ്സിലായില്ല. He thought and thought while he was tying up his little bundle of cloth to go away, but he could not understand. അവന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ ആ ഉപദേശത്തെക്കുറിച്ച് കുറേ ചിന്തിച്ചിട്ടും അതിൻ്റെ സാരം, അർത്ഥം അവന് മനസ്സിലായില്ല. Those words, and he was afraid to speak to the priest anymore except to say goodbye. ആ പുരോഹിതനോട് യാത്രമൊഴി ഗുഡ് ബൈ പറയുകയും അതിൽ കൂടുതൽ സംസാരിക്കാൻ അവന് ഭയപ്പെടുകയും ചെയ്തു. അങ്ങനെ അവൻ ആ ടെമ്പിൾ വിട്ട്, ക്ഷേത്രം വിട്ട് പുറത്തിറങ്ങാണ്. He left the temple very sorrowfully and began to wonder what he should do. വളരെ സങ്കടത്തോടെയാണ് അവൻ ആ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. താൻ ഇനി എന്ത് ചെയ്യുമെന്ന് അവനിങ്ങനെ ആലോചിച്ചു. He went straight home. He felt sure his father won't punish him for having been disobedient to the priest. നേരെ വീട്ടിലേക്ക് ചെന്നാൽ അവന് വീട്ടിൽ പോകാൻ ഭയപ്പെട്ടു. കാരണം നേരെ വീട്ടിലേക്ക് ചെന്നാൽ അച്ഛൻ തീർച്ചയായും ഈ അനുസരണക്കേടിനാൽ ശിക്ഷിക്കുമെന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് വീട്ടിലേക്ക് നേരെ പോകാൻ ഭയപ്പെട്ടു. All at once he remembered that at the next village 12 miles away there was a very big temple. പെട്ടെന്ന് അവന് 12 വാര അകലെയുള്ള അടുത്ത ഗ്രാമത്തിലെ വലിയ ക്ഷേത്രത്തെക്കുറിച്ച് അവനിങ്ങനെ ഓർത്തു. 12 മൈൽസ് ദൂരമുണ്ട് അവിടേക്ക്. He had heard there were several priests at that temple. അവിടെ ഒരുപാട് പുരോഹിതന്മാരുണ്ട് എന്നവന് കേട്ടിട്ടുണ്ട്. And he made up his mind to go to them and ask them to take him for their acolyte. അങ്ങനെ അവൻ ആ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയും ആ ക്ഷേത്രത്തിലെ സഹായിയായി തന്നെ നിയമിക്കണമെന്ന് അവിടെയുള്ള പുരോഹിതന്മാരോട് ആവശ്യപ്പെടണമെന്നും അവന് ഉറപ്പിച്ചു. എന്നാൽ now that big temple was closed up, but the boy did not know this fact. എന്നാൽ ഇപ്പോൾ ആ വലിയ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ് എന്ന സത്യം നമ്മുടെ കുട്ടിക്കറിയില്ലായിരുന്നു. The reason it had been closed up was that a goblin has frightened the priest away and had taken possession of the place. അതെന്താ അടച്ചിടാനുള്ള കാരണം? ക്ഷേത്രം അടച്ചിടാനുള്ള കാരണം എന്താണ്? അവിടെ ഒരു ദുഷ്ടമൂർത്തിയായ ഒരു സത്വം ആ ക്ഷേത്രത്തിലെ പുരോഹിതന്മാരെ എല്ലാം പേടിപ്പിച്ച് ഓടിച്ച് വിട്ടിട്ടുണ്ട്. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never seen alive again. എന്നാൽ ധൈര്യശാലികളായ കുറച്ച് പോരാളികൾ അതിനെ തുരത്തുവാനായി അവിടേക്ക് ചെന്നെങ്കിലും ആ പോരാളികൾ അവരാരും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇതൊന്നും നമ്മുടെ കുട്ടിക്കറിയില്ല. Nobody had even told this thing to the boy, so he walked all the way to the village hoping to be kindly treated by the priest. പക്ഷെ ഇതൊന്നും നമ്മുടെ കുട്ടിക്കറിയില്ല. ഇതൊന്നും അറിയാതെ പുരോഹിതന്മാരെ കാണുക എന്ന ലക്ഷ്യത്തോടെ അവൻ ആ ക്ഷേത്രത്തിലേക്ക് തിരിക്കുകയാണ്. When he got to the village, it was already dark and all the people were in bed, but he saw the big temple on a hill at the other end of the
principal street and he saw there was a light in the temple. അങ്ങനെ അവൻ ആ വില്ലേജിലെത്തിയപ്പോൾ തന്നെ അവിടെയുള്ള ജനങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പോഴാണ് അവൻ അവിടെ എത്തിയത്. അങ്ങനെ രാത്രി സമയത്ത് അവൻ എത്തുന്നു. അവിടെ ജനങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അവന് ഒരു മലമുകളിൽ അവൻ ആ ടെമ്പിൾ കാണുന്നു. അവിടെ ഒരു ലൈറ്റ് കത്തുന്നതും അവൻ കണ്ടു. പീപ്പിൾ ഹൂ ടെൽ ദ സ്റ്റോറി സേ ദ ഗോബ്ലിൻ യൂസ്ഡ് ടു മേക്ക് ദാറ്റ് ലൈറ്റ് ഇൻ ഓർഡർ ടു ടെംപ്റ്റ് ലോൺലി ട്രാവലേഴ്സ് ടു ആസ്ക് ഫോർ ഷെൽട്ടർ. ആ വിളക്ക് കത്തിച്ച് വെച്ചിരുന്നത് ആ ക്ഷേത്രത്തിൽ ആ നാട്ടിലെ ഗ്രാമവാസികൾ പറഞ്ഞിരുന്നത്, അവിടെ വിളക്ക് കത്തിച്ച് വെച്ചത് ഒറ്റക്ക് അഭയമന്വേഷിച്ച് വരുന്ന യാത്രക്കാർക്ക് അവരാകർഷിക്കാനായി ആ ദുഷ്ടമൂർത്തി കത്തിച്ച് വെച്ചതാണ് വിളക്ക് എന്നായിരുന്നു അവിടെ നാട്ടിലൊക്കെ പ്രചരിച്ചിരുന്നത്. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഭയകേന്ദ്രം. അഭയകേന്ദ്രത്തിനാണ് എൻക്ലോഷർ ഗിവിങ് പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം നൽകുന്ന സ്ഥലം, അഭയകേന്ദ്രം. പക്ഷേ ഈ കഥകളൊന്നും നമ്മളെ കുട്ടിക്കറിയില്ല. അവന് പുരോഹിതന്മാരെ അന്വേഷിച്ച് പോവുകയാണ്. ദ ബോയ് വെൻ അറ്റ് വൺസ് ടു ദ ടെമ്പിൾ ആൻഡ് നോക്ക് ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്. അവൻ അവിടെ പോയിട്ട് വാതിലിന് മുട്ടി നോക്കി, പക്ഷെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. വീണ്ടും മുട്ടി, ബട്ട് സ്റ്റിൽ നോബഡി കെയിം. പക്ഷെ ഒരാളും വന്നിട്ടില്ല. അറ്റ് ലാസ്റ്റ് ഹി പുഷ്ഡ് ജെന്റ്ലി അറ്റ് ദ ഡോർ ആൻഡ് വാസ് ക്വൈറ്റ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ്. അവന് ശക്തിയായി ഒന്ന് വാതിൽ തള്ളി. അപ്പോൾ ആ വാതിൽ തുറന്നു. അത് പൂട്ടിയിട്ടില്ലായിരുന്നു. ഫാസ്റ്റൺ എന്ന് പറഞ്ഞാൽ പൂട്ടുക, ഫാസ്റ്റൺ പൂട്ടുക. സോ ഹി വെൻ ഇൻ. അങ്ങനെ അവൻ എൻ്റെ ഉള്ളിൽ കടന്നു. ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. അവിടെ ഒരു വിളക്ക് ഇങ്ങനെ കത്തുന്നുണ്ട്, പക്ഷെ അവിടെ പുരോഹിതന്മാരാരുമില്ല. ഹി തോട്ട് സം പ്രീസ്റ്റ് വുഡ് ബി ഷുവർ ടു കം വെരി സൂൺ. അവൻ ആലോചിച്ചു, കുറച്ച് കഴിഞ്ഞ് പുരോഹിതന്മാരെങ്കിലും വരുമെന്ന് അവനിങ്ങനെ ആലോചിച്ചു, കരുതി. ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. ആ ക്ഷേത്രത്തിൻ്റെ ഉൾവശം മുഴുവനും പൊടി പിടിച്ച് കിടക്കുന്നതും മാറാലകൾ തൂങ്ങി നിൽക്കുന്നതും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നോട്ടീസ്ഡ് എന്ന് പറഞ്ഞാൽ ഹി നോട്ടീസ്ഡ്, അവന് ശ്രദ്ധിച്ചു. നോട്ടീസ്. കോബ്വെബ്സ് എന്ന് പറഞ്ഞാൽ ചിലന്തി വല. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. തീർച്ചയായും ഒരു സഹായിയെ കിട്ടുന്നത് പുരോഹിതന്മാർക്ക് താല്പര്യമുണ്ടാകുമെന്ന് അവന് കണക്ക് കൂട്ടി. കാരണം എന്താ, അവിടെ ആകെ പൊടി പിടിച്ച് വൃത്തിയാക്കാൻ ഒരാളെ വേണം എന്നുള്ളത്, ആവശ്യമുണ്ടാകുമെന്നുള്ളത് അവൻ കണക്ക് കൂട്ടി. അവിടെ ആകെ വൃത്തി ഇല്ലാതിരിക്കുകയാണ്. He wondered why they had allowed everything to get so dusty. അവനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഇതെല്ലാം പൊടി പിടിച്ച് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ അവൻ അവിടെയൊക്കെ ശ്രദ്ധിക്കാണ്. ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ വാട്ട് മോസ്റ്റ് പ്ലീസഡ് ഹിം however were some big white screen good to paint cats upon. അവൻ അവിടെ ഒരു വലിയ വെള്ള നിറത്തിലുള്ള വലിയ മറകൾ കണ്ടു. നല്ല പൂച്ചയെ വരയ്ക്കാൻ പറ്റിയ മറകൾ. ഗുഡ് ടു പെയിൻറ്റ് കാറ്റ്സ് അപ്പോൺ. തോ ഹി വാസ് ടയേർഡ്. അവന് നല്ല ക്ഷീണുണ്ടെങ്കിലും ഹി ലുക്ക്ഡ് അറ്റ് വൺസ് ഫോർ എ റൈറ്റിംഗ് ബോക്സ് ആൻഡ് ഫൗണ്ട് വൺസ് ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക് ആൻഡ് ബിഗാൻ ടു പെയിൻറ്റ് കാറ്റ്സ്. ക്ഷീണുണ്ടെങ്കിലും അവൻ തൻ്റെ എഴുത്ത് പെട്ടിയോ മഷിയും എടുത്ത് പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങുകയാണ്. ആ വെള്ള സ്ക്രീനിൽ പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങുകയാണ്. He painted a great many cats upon the screen.
and then he began to feel very, very sleepy. അവന് വലിയ പൂച്ചകളെ മറകളിൽ വരച്ചു. അവന് ക്ഷീണവും ഉറക്കവും കൂടുതലായി. He was just on the point of laying down to sleep beside one of the screen. അങ്ങനെ നല്ല ഉറക്കം വന്ന സമയത്ത് അവന് ആ മറകളിലെ ഒന്നിൻ്റെ പിറകിൽ അവൻ കടന്നു. ആ സമയത്താണ് when he suddenly remembered the words, avoid large places, keep to small എന്ന് പറയുന്ന ആ ഉപദേശം അവൻ ഓർത്തത്. The temple was very large. He was all alone. നമ്മുടെ ക്ഷേത്രം വളരെ വലുതായിരുന്നു. പക്ഷെ അവൻ അവിടെ തനിച്ചും. ആൻഡ് ആസ് ഹി തോട്ട് ഓഫ് ദിസ് വേർഡ്സ്, സമയത്ത് അവൻ ആ വാക്കുകൾ ഓർത്തു. തോ ഹി കുഡ് നോട്ട് ക്വൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദം, പക്ഷെ അവൻ അതിൻ്റെ ആശയം മനസ്സിലായില്ല. ഹി ബിഗാൻ ടു ഫീൽ ഫോർ ദ ഫസ്റ്റ് ടൈം എ ലിറ്റിൽ അഫ്രൈഡ്. ഈ പുരോഹിതൻ്റെ വാക്കുകൾ ഓർത്തപ്പോൾ അവൻ ആദ്യമായി ഒരു ഭയം വരികയാണ്. അങ്ങനെ he resolved to look for a small place in which to sleep. He found a little cabinet with the sliding door and went into it and shut himself up. ഒരു ചെറിയ സ്ഥലം അന്വേഷിച്ച് അവന് നടന്നു. അങ്ങനെ ഒരു ചെറിയ മുറി കണ്ടുപിടിച്ചു. അതിനൊരു ചെറിയൊരു കതകുമുണ്ടായിരുന്നു. അവൻ അതിലേക്ക് കയറിയിട്ട് ആ കതകടച്ചു. അവിടെ അവൻ കിടന്നുറങ്ങി. Then he lay down and fell fast asleep. അവൻ അവിടെ കിടന്നു ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ very late in the night, രാത്രി ഏറെ ആയപ്പോൾ, he was awakened by a most terrible noise, a noise of fighting and screaming. രാത്രി കുറെ കഴിഞ്ഞപ്പോൾ അവനൊരു ഭയപ്പെടുത്തുന്ന ശബ്ദം കേട്ട് ഉണർന്നു. അലർച്ചയുടെയും ബലപ്രയോഗങ്ങളുടെയും ശബ്ദമായിരുന്നത്. അവൈക്കൺ എന്ന് പറഞ്ഞാൽ മൈ കോൾ ബിക്കംസ് അവൈക്ക്. ടെറിബിൾ, ഭീകരമായ. സ്ക്രീമിംഗ് എന്ന് പറഞ്ഞാലോ ഭയം, വേദന മുതലായവ കൊണ്ട് നിലവിളിക്കുന്ന ശബ്ദത്തിനാണ് സ്ക്രീമിംഗ് എന്ന് പറയാം. അങ്ങനെ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട്, ബലപ്രയോഗങ്ങളുടെയും അലർച്ചയുടെയും ശബ്ദം കേട്ടിട്ട് അവൻ ഉണർന്നു. It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. അങ്ങനെ ഈ ശബ്ദമൊക്കെ കേട്ടപ്പോൾ അവനാകെ പേടിച്ചു. അവൻ ആ മുറിയുടെ ചെറിയ കള്ളിയിലൂടെ പുറത്തേക്ക് നോക്കാൻ പോലും അവന് ഭയമായി. അവനെ അനങ്ങാതെ, ശ്വാസം പോലും വിടാതെ ഭയചകിതനായിട്ട് അവിടെ ഇരുന്നു. The light that had been in the temple went out. ആ ക്ഷേത്രത്തിലെ വിളക്ക് അണഞ്ഞുപോയി. പക്ഷേ but the awful sounds continued and become more awful, and all the temple shook. പക്ഷേ ഭയപ്പെടുത്തുന്ന ശബ്ദം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അവൻ കൂടുതൽ ഭയചകിതനായി. ആ ക്ഷേത്രം മുഴുവനും നടുങ്ങി. After a long time silence came. കുറേ നേരം ആ കനത്ത ഭീകരമായ ശബ്ദത്തിനൊടുവിൽ ഒരു നിശബ്ദതയായിരുന്നു. പിന്നെ കുറേ നിശബ്ദത. പക്ഷേ but the boy was still afraid to move. പക്ഷെ അവൻ അനങ്ങുവാൻ പോലും ഭയമായിരുന്നു. He did not move until the light on the morning sun shone into the cabinet through the chinks of the little door. രാവിലെ ഉദിച്ചുയരുന്ന പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ കള്ളികളിലൂടെ മുറിക്കുള്ളിൽ കടന്നു വരുന്നത് വരെ അവന് അനങ്ങാൻ പോലും പേടിയായിരുന്നു. അവൻ അനങ്ങിയില്ല അവിടുന്ന്. Then he got out of his hiding place very cautiously. അങ്ങനെ അവന്
അവൻ്റെ ആ ഒളി സങ്കേതത്തിൽ നിന്നും വളരെ ശ്രദ്ധയോടെ പുറത്തിറങ്ങി. ഹൈഡിങ് പ്ലേസ് മീൻസ് ഒളി സങ്കേതം. ഹി ലുക്ക്ഡ് അബൌട്ട്. എന്നിട്ട് അവൻ ചുറ്റുഭാഗത്തും നോക്കി. The first thing he saw was that all the floor of the temple was covered with blood. അവൻ്റെ ശ്രദ്ധയിൽ അവൻ ആദ്യമായി കണ്ടത് അവിടെ തറയിൽ രക്തം പടർന്നു കിടക്കുന്നതാണ് അവൻ കണ്ടത്. And then he saw lying dead in the middle of it an enormous monstrous rat, a gobbling rat bigger than a cow. അവിടെ തറയിൽ ഒരു പശുവിനേക്കാൾ വലുപ്പമുള്ള ഭീകരനായ എലി അവിടെ ചത്തുകിടക്കുന്നുണ്ട്. എനോർമസ് എന്ന് പറഞ്ഞാൽ വാസ്റ്റ്, വളരെ വലുതായ. മോൺസ്ട്രസ് എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന, ഷോക്കിംഗ്. അങ്ങനത്തെ ഒരു എലി അവിടെ ചത്തുകിടക്കുന്നു. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്? പക്ഷെ ആരായിരിക്കും അതിനെ കൊന്നത്? ദർ വാസ് നോ മാൻ ഓർ അതർ ക്രിയേച്ചർ ടു ബി സീൻ. അവിടെ മനുഷ്യനോ മറ്റു ജീവികളെയോ ഒന്നും കണ്ടില്ല. സഡൻലി ദ ബോയ് ഒബ്സർവ്ഡ് ദാറ്റ് ദ മൗത്ത് ഓഫ് ഓൾ ദ കാറ്റ്സ് he had drawn the night before were red and wet with blood. ഈ സമയത്താണ് തലേ ദിവസം അവന് വരച്ചിട്ടുള്ള ആ പൂച്ചകളുടെ വായിൽ നിന്നും രക്തം ഒഴുകുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. Then he knew that the goblin had been killed by the cats which he had drawn. അങ്ങനെ അവന് മനസ്സിലായി, ആ ഭീകരനായ എലിയെ തൻ്റെ പൂച്ചകളാണ് കൊന്നത് എന്ന്. And then also for the first time he understood why the wise old priest had said to him. ആ സമയത്ത് പുരോഹിതൻ്റെ ഉപദേശത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലായി. Avoid large places at night, keep to small. വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറുതിലേക്ക് ഒതുങ്ങുക എന്ന വലിയ ഉപദേശം എനിക്ക് മനസ്സിലായി. Afterward that boy became a very famous artist. ഈ സംഭവത്തിന് ശേഷം ആ ആൺകുട്ടി പ്രശസ്തനായ ഒരു ചിത്രകാരനായി തീർന്നു. Some of the cats which he drew are still shown to travelers in Japan. ആ ആൺകുട്ടി ജപ്പാനിൽ ആ ആൺകുട്ടി വരച്ച ചില പൂച്ചകളുടെ ചിത്രങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന് പറയുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഈ കഥയുടെ സമ്മറി 1.5 പേജിൽ ചുരുങ്ങാതെ എല്ലാ കുട്ടികളും എഴുതി എനിക്ക് വാട്സാപ്പ് ചെയ്യണം. 1.5 പേജിൽ ചുരുങ്ങാൻ പറ്റില്ല. 1.5 പേജിൽ ചുരുങ്ങാതെ എല്ലാ കുട്ടികളും എഴുതിയിട്ട് വാട്സാപ്പ് ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് ബൈൻഡ് അപ്പ്. ഗുഡ് ബൈ.